ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ എനർജി എങ്ങനെ സംരക്ഷിക്കാമെന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്നത് പോലെ, നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്നത് പോലെ? ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളെ താഴോട്ട് വലിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നിങ്ങൾ ചെയ്യുന്ന ശ്രമങ്ങൾ ചുറ്റുമുള്ളവർ കൊണ്ട് തടസ്സപ്പെടുന്നത് പോലെ? എങ്കിൽ വിഷമിക്കേണ്ട, ഇത് നിങ്ങളുടെ കുറ്റമല്ല. കുറഞ്ഞ വൈബ്രേഷനുള്ള ആളുകൾക്ക് അത്തരം ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല. അവർ നിങ്ങളുടെ ആത്മീയ ഊർജത്തെ, അതായത് സ്പിരിച്വൽ എനർജിയെ കുറയ്ക്കുന്നത് പോലെ തോന്നിപ്പിക്കും. പക്ഷേ നിങ്ങളുടെ എനർജി വളരെ വിലപ്പെട്ടതാണ്. അത് മറ്റുള്ളവരുടെ സ്വാധീനത്തിന് വിധേയമാക്കരുത്. ഈ എനർജിക്ക് അനന്തമായ സാധ്യതകൾ തുറന്നു കൊടുക്കാൻ കഴിയും. അത് നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ എനർജി നിലനിർത്തേണ്ടത്? കുറഞ്ഞ വൈബ്രേഷൻ ഉള്ളവരുടെ ഇടയിലും നിങ്ങളുടെ വൈബ്രേഷൻ ഉയർന്ന നിലയിൽ സൂക്ഷിക്കാനും ഈ വീഡിയോയിൽ ഞാൻ ആഴത്തിൽ മനസ്സിലാക്കി തരാം. ഈ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് കൂട്ടുകാരായിട്ടോ കുടുംബക്കാരായിട്ടോ അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടോ ഉള്ള ചിലർ ലോ വൈബ്രേഷണൽ ആളുകളായിരിക്കും. അവരെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അവരുടെ എനർജിയിൽ നിന്നും നമ്മുടെ എനർജിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ ലോകത്തിൽ ഓരോരുത്തർക്കും ഓരോ തരം വൈബ്രേഷൻ ഉണ്ട്. ചിലർക്ക് പോസിറ്റീവ് ആയിരിക്കും, ചിലർക്ക് നെഗറ്റീവ് ആയിരിക്കും. ഇത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവർ നമ്മുടെ എനർജിയെ നശിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോൾ പോലും അവരുടെ പ്രസൻസ് നമ്മുടെ ഈ ഫീലിങ്ങിനെ നശിപ്പിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ബാധിക്കും. ഒരു സ്പിരിച്വൽ എനർജിക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. അത് നമ്മുടെ ഉള്ളിലെ അനന്തമായ സാധ്യതകളെ ഉണർത്താൻ കഴിവുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ എനർജി ആരും നിങ്ങളുടെ ഉള്ളിൽ നിന്നും ചോർത്തിക്കളയാൻ നിങ്ങൾ അനുവദിക്കരുത്. അതിൻ്റെ കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ലോകം മുഴുവൻ ഒരു വലിയ സിംഫണി പോലെയാണ്. ഇവിടെയുള്ള ഓരോ കാര്യത്തിനും, ഒരു ചെറിയ അണു മുതൽ ഓരോ മനുഷ്യനും, നമ്മുടെ ചിന്തകൾക്കും, എന്തിനീ വലിയ ഗാലക്സിക്ക് പോലും അതിൻ്റെതായ ഒരു തരംഗമുണ്ട്, ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതായത് ഈ ലോകത്തിലെ എല്ലാം വൈബ്രേറ്റിംഗ് ആണ്. ഈ ഫ്രീക്വൻസീസ് എല്ലാം ചേർന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും പ്രവൃത്തികളും എല്ലാം ഈ വൈബ്രേഷൻ്റെ ഭാഗമാണ്. ഈ പ്രപഞ്ചത്തിൽ 2 തരം എനർജീസ് ഉണ്ട്. ഹയർ വൈബ്രേഷണൽ എനർജീസും ലോവർ വൈബ്രേഷണൽ എനർജീസും. ഇത് ഞാൻ വേറെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവവുമായി ഒത്തുചേർന്ന് നമ്മളെ ദൈവീകതയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഉയർന്ന വൈബ്രേഷണൽ എനർജി, അതായത് ഹയർ വൈബ്രേഷണൽ എനർജി. സ്നേഹം, സന്തോഷം, സഹാനുഭൂതി തുടങ്ങിയവയെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഈ ഊർജങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉന്മേഷം തോന്നുകയും പ്രപഞ്ചത്തിലെ ഉയർന്ന ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കത് സഹായമാകുകയും ചെയ്യുന്നു. എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് ലോവർ വൈബ്രേഷൻ എനർജി. പ്രപഞ്ചത്തിലെയും നമ്മുടെ ഉള്ളിലെയും ഈ താളത്തെ നശിപ്പിക്കുന്നവയാണ് ഈ ലോവർ വൈബ്രേഷൻ എനർജി. ഭയം, ദേഷ്യം, നെഗറ്റിവിറ്റി തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. ഈ ഊർജങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മളെ പിന്നിലോട്ട് വലിക്കുകയും നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു വഴക്കിന് ശേഷം തോന്നുന്ന ക്ഷീണം ഒന്ന് ഓർത്തു നോക്കൂ. അതായത് മോശം വൈബ്രേഷൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓഫീസിലോ വീട്ടിലോ ചില ആളുകൾ നമ്മളോട് നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ മൂഡ് സ്പോയിലാകുന്നത് ഇതുകൊണ്ടാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളുമായിട്ട് നമ്മൾ എങ്ങനെ ഇടപഴകുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ എനർജീസിനെ കുറിച്ച് നമ്മൾ ശരിയായ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരും ഓരോ തരം വൈബ്രേഷനാണല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ ഈ വൈബ്രേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. നമ്മൾ എന്ത് എനർജിയാണ് സ്വീകരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ഇത് നമ്മുടെ ആത്മീയ യാത്രയിൽ, അതായത് സ്പിരിച്വൽ ജേണിയിൽ ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കും. എന്നിരുന്നാലും നമ്മൾ എത്രയൊക്കെ ഉയർന്ന ഊർജം ഉള്ളിൽ നിറച്ചാലും ചുറ്റുമുള്ള ലോ വൈബ്രേഷനുള്ള ആളുകൾക്ക് നമ്മുടെ ഊർജത്തെ താഴേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ചുറ്റും എന്ത് തന്നെ സംഭവിച്ചാലും സ്നേഹം, സന്തോഷം തുടങ്ങിയ ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ തന്നെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ ചുറ്റിലും ലോ വൈബ്രേഷണൽ ആളുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഹയർ വൈബ്രേഷണൽ എനർജി എങ്ങനെ നിലനിർത്താം? അതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഇന്നർ അവയർനെസ് വളർത്തുക എന്നത്, അതായത് ആന്തരിക അവബോധം. നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങളെക്കുറിച്ച്, അതായത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും എനർജിയെയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതിനെയാണ് ഇന്നർ അവയർനെസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി നിങ്ങളുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഇരുണ്ട കോണുകളെ പോലും പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്ക് പോലെയാണ്. അതായത് ആന്തരിക അവബോധം എന്നത് നമ്മുടെ ഉള്ളിലുള്ള ഐഡൻറ്റിറ്റി, അതായത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ഊർജങ്ങളെയും ബോധപൂർവം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ചിന്തകളുടെ ലോകത്തെ മനസ്സിലാക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികളെയും പ്രതികരണങ്ങളെയും അതുപോലെ നമ്മുടെ മൊത്തത്തിലുള്ള നിലനിൽപ്പിനെയും സ്വാധീനിക്കുന്ന നമ്മളിലെ പല കാര്യങ്ങളെയും ഇത് വെളിച്ചത്ത് കൊണ്ടുവരും. നമ്മളറിയാതെ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേൺസ്, ചിന്താരീതികൾ, വികാരങ്ങൾ എന്നിവ ഇത് വെളിപ്പെടുത്തുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവ് പാറ്റേൺസിനെ നമുക്ക് പോസിറ്റീവ് ഗ്രോത്തിനുള്ള അവസരങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. ഇനി ഇന്നർ അവയർനെസ് വളർത്താനുള്ള ചില വഴികൾ പറയാം. അതിൽ ഒന്നാമത്തേതാണ് മെഡിറ്റേഷൻ. ഇത് നമ്മുടെ മനസ്സിനെ കാമാക്കാൻ സഹായിക്കുന്നു. ദിവസവും കുറച്ച് സമയം കണ്ണടച്ച് ശാന്തമായിട്ടിരിക്കുക, നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും നിരീക്ഷിക്കുക. ഇത് നമ്മളെ പുറത്തുള്ള ബഹളങ്ങളിൽ നിന്ന് അകറ്റി നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ഒഴുക്കിൽ ശ്രദ്ധിച്ച് നിശബ്ദമായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശാന്തതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും കഴിയും. ഇനി രണ്ടാമത്തേതാണ് മൈൻഡ്ഫുൾനെസ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴോ നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ എല്ലാം ആ നിമിഷത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. ഇനി മൂന്നാമത്തേതാണ് ആത്മപരിശോധന, അതായത് സെൽഫ് റിഫ്ലക്ഷൻ. സ്വന്തമായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഞാനിപ്പോൾ സന്തോഷത്തിലാണോ? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? എന്നിങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് വിശ്വാസമുള്ള സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എഴുതുകയോ ചെയ്യാം. ഇത് നിങ്ങളുടെ പാറ്റേൺസിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സഹായിക്കും. ഇത് കൂടുതൽ ആഴത്തിലുള്ള അവബോധം നേടാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ബോധപൂർവം തീരുമാനമെടുക്കാൻ ഇത് സഹായിക്കും. അതായത് ഈ ആത്മപരിശോധന. അതിൽ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേത് മെഡിറ്റേഷൻ, രണ്ടാമത്തേത് മൈൻഡ്ഫുൾനെസ്, മൂന്നാമത്തേത് സെൽഫ് റിഫ്ലക്ഷൻ, അതായത് ആത്മപരിശോധന. ഈ ആന്തരിക അവബോധം വളർത്തുന്നതിലൂടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ കഴിയും. നിങ്ങളുടെ ഈ വൈബ്രേഷൻ എനർജി താഴേക്ക് പോകാൻ ഈ ലോ വൈബ്രേഷൻ ആളുകളെ നിങ്ങൾ അനുവദിക്കില്ല. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ഉള്ളിലുള്ള സമാധാനത്തിലും സ്നേഹത്തിലും മാത്രം ഫോക്കസ് ചെയ്യും. അങ്ങനെ നിങ്ങളുടെ വഴിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വഴിക്കും വെളിച്ചം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഒന്നാമത്തേത് ഇന്നർ അവയർനെസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി രണ്ടാമത്തേത് ബൗണ്ടറീസും ഡിറ്റാച്ച്മെൻറ്റും. നമ്മുടെ ഹയർ വൈബ്രേഷണൽ എനർജി സംരക്ഷിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ബൗണ്ടറീസും ഡിറ്റാച്ച്മെൻറ്റും. നിങ്ങളുടെ എനർജി ഫീൽഡിനെ ഒരു വൃത്തമായിട്ട് സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ നിലനിൽപ്പിന് ചുറ്റുമുള്ള ഒരു സംരക്ഷണ കവചം പോലെയാണ്. ഏത് ഊർജത്തെ ഉള്ളിലേക്ക് കടത്തിവിടണം, ഏതിനെ പുറത്ത് നിർത്തണം എന്ന് തീരുമാനിക്കുന്നത് ഈ വലയമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള സമാധാനവും പ്യൂരിറ്റിയും സംരക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഈ ബൗണ്ടറീസ് എന്നത് വെറും ശാരീരികമായ തടസ്സം മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിനെയും ഊർജത്തെയും സംരക്ഷിക്കുന്ന ഊർജ വലയങ്ങളാണ്. ഒരു യോദ്ധാവ് പുറത്തുള്ള അപകടങ്ങളിൽ നിന്നും സ്വയം സംരക്ഷിക്കാൻ പടച്ചട്ട അണിയുന്നത് പോലെ ഈ അതിരുകൾ നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു. ഈ അതിരുകൾ വെക്കുന്നത് ഒരു നെഗറ്റീവ് കാര്യമായിട്ട് കാണേണ്ടതില്ല, മറിച്ച് സ്വയം ശ്രദ്ധിക്കാനും സംരക്ഷിക്കാനുമുള്ളൊരു പ്രവൃത്തിയാണിത്. ആരോഗ്യകരമായ അതിരുകൾ സ്ഥാപിക്കാൻ നിങ്ങളുടെ ഉയർന്ന ഊർജത്തെ കുറയ്ക്കുന്നതുമായ സാഹചര്യങ്ങളും ബന്ധങ്ങളും ഇടപെടലുകളും ഏതാണെന്ന് നിങ്ങൾ ബോധപൂർവം വിലയിരുത്തണം. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നശിപ്പിക്കുന്ന സാഹചര്യങ്ങളോട്
വേണ്ട എന്ന് പറയാനുള്ള ധൈര്യവും നിങ്ങളുടെ ഉയർന്ന സാഹചര്യങ്ങളെ സ്വീകരിക്കാനുള്ള വിവേകവും ഇതിന് അത്യാവശ്യമാണ്. ഈ അതിരുകൾ ഒരു കാവൽക്കാരനെ പോലെ പ്രവർത്തിച്ച് നെഗറ്റിവിറ്റി അകറ്റി നിർത്തി പോസിറ്റിവിറ്റിയെ ഉള്ളിലേക്ക് കടത്തിവിടും. ഇനി ഡിറ്റാച്ച്മെന്റ് എന്നത് അതിരുകളെ പൂർണ്ണമാക്കുന്നു. ഇത് വൈകാരികമായി കുടുങ്ങിപ്പോകാതെ ലോ വൈബ്രേഷനിലുള്ള ചുറ്റുപാടുകളിൽ ഇടപെടാനുള്ള വഴി നൽകുന്നു. വേർതിരിവ് എന്നാൽ അതായത് ഡിറ്റാച്ച്മെന്റ് എന്നാൽ വികാരമില്ലായ്മയോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ ഒന്നുമല്ല, മറിച്ച് ബാഹ്യമായ സ്വാധീനങ്ങളെ നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെയും പരിശുദ്ധിയെയും ബാധിക്കാൻ അനുവദിക്കാതെ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കാനുള്ളൊരു കലയാണ്. വ്യക്തമായ ബൗണ്ടറീസ് സ്ഥാപിച്ചും ഡിറ്റാച്ച്മെന്റ് പരിശീലിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള അധികാരം വീണ്ടെടുക്കാൻ കഴിയും. പുറത്തുള്ള ഊർജങ്ങൾ ബാധിക്കാത്ത ഒരിടം നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നിങ്ങളുടെ ഉയർന്ന ഊർജം സംരക്ഷിക്കാൻ ഈ ബൗണ്ടറീസും ഡിറ്റാച്ച്മെന്റും നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ബൗണ്ടറീസിനെ കുറിച്ചും ഡിറ്റാച്ച്മെന്റിനെ കുറിച്ചുമാണ്. ഇനി അടുത്തത് മൂന്നാമത്തേത് സെൽഫ് നറിഷ്മെന്റ്. ഈ സ്വയം പരിപോഷിപ്പിക്കുക എന്നത് നമ്മളുടെ ഹൃദയത്തെ ഒരു പൂന്തോട്ടമായിട്ട് കണക്കാക്കാം. ഒരു തോട്ടക്കാരൻ തൻ്റെ ചെടികളെ നനച്ചും വളമിട്ടും പരിപാലിക്കുന്നത് പോലെ നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ സ്നേഹവും സന്തോഷവും പോസിറ്റിവിറ്റിയും നൽകി പോഷിപ്പിക്കണം. നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കാൻ കഴിയുന്ന ചില വഴികൾ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തേതാണ് പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. കാറ്റിൽ ഇളകിയാടുന്ന ഇലകളുടെ ശബ്ദമോ ശരീരത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ ചൂടോ ആകട്ടെ, പ്രകൃതിയിലെ ഈ അനുഭവങ്ങൾ നമ്മുടെ ആത്മാവിനെ പുനരുജ്ജീവിപ്പിക്കുകയും ഉയർന്ന ഊർജം ഉണർത്തുകയും ചെയ്യുന്നു. ഇനി സ്വയം പരിപോഷിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാന വഴിയാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുക എന്നത്. നമ്മുടെ ചുറ്റുമുള്ള അനുഗ്രഹങ്ങളെ ബോധപൂർവം അംഗീകരിക്കുകയും നന്ദി പറയുകയും ചെയ്യുമ്പോൾ, സ്വയം നന്ദി വെറുതെ പറഞ്ഞാൽ പോരാട്ടോ, അത് നമ്മൾ ഫീൽ ചെയ്ത് വേണം പറയാൻ. നമ്മുടെ ശ്രദ്ധ കുറവുകളിൽ നിന്നും സമൃദ്ധിയിലേക്കും നിരാശയിൽ നിന്നും പ്രതീക്ഷയിലേക്കും മാറ്റും. സ്വയം പരിപോഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹവും ദയയും വളർത്തുക എന്നത്. നിങ്ങളുടെ ഹൃദയത്തെ ഒരു പൂന്തോട്ടമായിട്ട് സങ്കല്പിക്കുക. അവിടെ സഹാനുഭൂതിയുടെയും ദയയുടെയും വിത്തുകൾ പാകുക. ആ വിത്തുകൾക്ക് സ്വയം സ്നേഹത്തിലൂടെയും ദയയിലൂടെയും നിങ്ങൾ വെള്ളം നൽകുമ്പോൾ അത് പോസിറ്റിവിറ്റിയിലേക്കും ഊഷ്മളതയിലേക്കും പ്രസരിപ്പിക്കുന്ന മനോഹരമായ പൂക്കളായിട്ട് മാറും. നിങ്ങളെ നിങ്ങൾ നിരൂപാധികം സ്നേഹിക്കുന്നത് ആത്മീയമായ മാറ്റങ്ങൾക്കൊരു അടിസ്ഥാനമാണ്. കാരണം അത് നിങ്ങളുടെ കുറവുകളെ പോലും സ്നേഹത്തോടെയും അംഗീകരിച്ചുകൊണ്ടും സ്വീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. ഇനി അടുത്തത് പോസിറ്റീവ് സ്വാധീനങ്ങളുമായിട്ട് ബന്ധപ്പെടുക എന്നതാണ്. അതായത് ഒരു ചെടിക്ക് വളരാൻ സൂര്യപ്രകാശം ആവശ്യമുള്ളതുപോലെ നമ്മുടെ ആത്മാവിന് പോസിറ്റീവായ ആളുകളെയും പുസ്തകങ്ങളെയും സംഗീതത്തെയും ഒക്കെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കാനും സ്പിരിച്വൽ ഗ്രോത്തിനെ പ്രചോദിപ്പിക്കാനും ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ സെൽഫ് നറിഷ്മെൻറ്റിന് വേണ്ടി 4 കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക, നന്ദിയുള്ളവനായിട്ടിരിക്കുക, സ്വയം സ്നേഹിക്കുക, പോസിറ്റീവ് സ്വാധീനങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഈ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിനും സന്തോഷത്തിനും പോസിറ്റിവിറ്റിക്കും വളരാൻ കഴിയുന്ന ഒരു നല്ല സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. നിങ്ങളുടെ ഉള്ളിലെ വൈബ്രേഷണൽ എനർജിയെ സംരക്ഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഇനി 4-മത്തേത് സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ഈ സ്വയം ഉത്തരവാദിത്വം എന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൻ്റെ ശില്പി നിങ്ങളാകുക എന്നതിന് തുല്യമാണ് കേട്ടോ. നിങ്ങളുടെ ഓരോ ചിന്തയും വാക്കുകളും പ്രവൃത്തിയും നിങ്ങളുടെ അനുഭവത്തെയും നിങ്ങൾ ആകർഷിക്കുന്ന എനർജിയെയും എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നതിനെയാണിത് സൂചിപ്പിക്കുന്നത്. ഓരോ നിമിഷത്തിലും നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നത് രൂപപ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഓരോ നിമിഷത്തിലും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങളെയും വിശ്വാസങ്ങളെയും ആഗ്രഹങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റിയുമായിട്ട് യോജിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ ബോധപൂർവം തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്വയം ഉത്തരവാദിത്വം എന്ന യാത്രയിൽ ചില വെല്ലുവിളികളുണ്ട്. പലപ്പോഴും മനുഷ്യർ മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പെരുമാറാനും അംഗീകാരം നേടാനും സമൂഹത്തിലെ പൊതുവായ രീതികളോട് ചേർന്ന് നിൽക്കാനും ശ്രമിക്കുന്നു. ഇത് താൽക്കാലികമായിട്ടുള്ള സന്തോഷം നൽകുമെങ്കിലും കാലക്രമേണ സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരുതരം ശൂന്യത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്വയം ഉത്തരവാദിത്വം സ്വീകരിക്കുക എന്നതിനർത്ഥം സമൂഹത്തിൻ്റെ പൊതുരീതികളിൽ എതിരായി നീന്തേണ്ടി വന്നാൽ പോലും നിങ്ങളുടെ സ്വന്തം
ഐഡൻറ്റിറ്റിയിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം കാണിക്കുക എന്നതാണ്. സ്വയം ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക എന്നതിനർത്ഥം നമ്മളുടെ കുറവുകളെയും തെറ്റുകളെയും നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ്. നിങ്ങളെ തന്നെ നിരുപാധികം സ്നേഹിക്കുക. ഈ സെൽഫ് ലവ് തന്നെയാണ് നിങ്ങളുടെ വൈബ്രേഷണൽ എനർജീസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാനം. അപ്പോൾ ഈ പ്രപഞ്ചം ഉയർന്നതും താഴ്ന്നതുമായ ഊർജങ്ങളുടെ ഒരു പരസ്പര പ്രവർത്തനമാണ്. ലോ വൈബ്രേഷനുള്ള ആളുകളുടെ ഇടയിൽ നമ്മുടെ ഊർജത്തെ സംരക്ഷിക്കേണ്ടത് നമുക്ക് നമ്മളോട് തന്നെയുള്ള കടമയാണ്, അല്ലേ? അതിനുവേണ്ടി ആന്തരിക അവബോധം, അതിരുകൾ സ്ഥാപിക്കൽ, വേർതിരിവ്, സ്വയം പരിപോഷണം, സ്വയം ഉത്തരവാദിത്തം തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ ആത്മീയ ഊർജത്തെ ഉയർന്ന നിലയിൽ നിലനിർത്താൻ സഹായിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ഉയർന്ന വൈബ്രേഷനുകളെ സംരക്ഷിക്കാനും ചുറ്റുമുള്ള നെഗറ്റീവ് വൈബ്രേഷനുകൾക്ക് അടിമപ്പെടാതെ സ്നേഹവും സഹാനുഭൂതിയും പോസിറ്റിവിറ്റിയും പ്രസരിപ്പിക്കാനും നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്